സമഗ്ര വികസനം, സാമൂഹിക നീതി, സാമ്പത്തിക സ്ഥിരത, സുതാര്യ ഭരണം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 50 കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. 50 കോടി 4,62,626 രൂപ വരവും 48 കോടി 80,25,500 രൂപ ചെലവും 1,24,34,126 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ റഹിയാനത്ത് അവതരിപ്പിച്ചത്. ഇന്ന് നമ്മുടെ പ്രതിജ്ഞയോടുകൂടി ഈ ബജറ്റ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പരിഗണനയ്ക്കായി വിനയപൂർവ്വം സമർപ്പിക്കുന്നു. ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന രാജ്യാന്തരമായ സംഘടനകൾ, ആന്തരിക വിപണനത്തിന്റെ അനുചിത വിതരണപരമായ തടസ്സങ്ങൾ, ഊർജ്ജമായ വിലക്കയറ്റങ്ങൾ, സമ്മർദ്ദങ്ങൾ, ധനവിനിമയ നിയന്ത്രണങ്ങൾ, തൊഴിൽ വിപണിയിലെ ഘടകമായ മാറ്റങ്ങൾ, കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചു വരുന്ന പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവ നിലവിലെ സാമ്പത്തിക സാഹചര്യത്തെ ഗൗരവമായി സാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന ധനനയങ്ങളെ അതിലൂടെ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാന ചെലവ് ഘടന ബാധിക്കുന്ന സാഹചര്യമാണിപ്പോൾ നിലനിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ 2026-27 വാർഷിക പദ്ധതി രൂപകൽപ്പന ചെയ്തതോടെ വികസന സാധ്യതയുടെ യാഥാർത്ഥ്യമായ വിലയിരുത്തൽ, ബാധകങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ്, നിർബന്ധമായ ചെലവുകൾ, ആവശ്യമായ മുൻഗണന, ഉൽപ്പാദന മേഖല, നിക്ഷേപ വർധന, അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹ്യ സുരക്ഷാ പദ്ധതി, തുടർച്ചയായ ശാക്തീകരണം എന്നിവ തമ്മിൽ സതുല്യാവസ്ഥ ഉറപ്പാക്കിയാണ് കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമായി ഉൽപാദന മേഖലയ്ക്ക് 2 കോടി രൂപ വകയിരുത്തി. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കൽ, മുട്ട, പാൽ, പച്ചക്കറി ഉൽപാദന പ്രോത്സാഹനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനം തുടങ്ങിയ പദ്ധതികളും നടപ്പാക്കും. ലൈഫ് ഭവന പദ്ധതിക്കും ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായി 6 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് 90 ലക്ഷം രൂപ വകയിരുത്തി. ഹെൽത്ത് ഗ്രാന്റ് ഫണ്ടിൽ നിന്ന് 2.20 കോടി രൂപ വിനിയോഗിച്ച് ഗ്രാമപഞ്ചായത്തിലെ 4 ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കും. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി നവമുകുളങ്ങൾ ബഡ് സ്കൂൾ ആരംഭിക്കുന്നതിന് 35 ലക്ഷം രൂപ നീക്കിവെച്ചു. പുത്തൻതെരുവിൽ പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി 35 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിദരിദ്ര കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി കരുതൽ പദ്ധതിക്ക് 20 ലക്ഷവും തെരുവുവിളക്കുകളുടെ പരിപാലനത്തിനും നവീകരണത്തിനുമായി കിരണം പദ്ധതിക്ക് 15 ലക്ഷവും വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ് PD അധ്യക്ഷത വഹിച്ചു. ഇതിനകത്ത് നമ്മൾ മുൻഗണന കൊടുത്തിരിക്കുന്നത് യുവജനക്ഷേമം, അതായത് നമ്മുടെ ഒരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയം നവീകരണത്തിന് നമ്മളൊരു 35 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുലശേഖരം പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ഭിന്നശേഷി ഗ്രാമസഭ കൂടിയത്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം ഒരു ബഡ് സ്കൂളാണ്. ആ ബഡ് സ്കൂളിന് വേണ്ടി നമ്മൾ തുക വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ സർവ്വ മേഖലകളിലും നമ്മളെ ഈ ബഡ്ജറ്റ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയായാലും സേവന മേഖലയായാലും എല്ലാ മേഖലകളിലും നമ്മളത് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മുടെ ബഡ്ജറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.